നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിനിടെ NDA തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വാഹന രജിസ്ട്രേഷൻ കേസ് പുലിവാലാകുമോ എന്ന് കണ്ടറിയാം. അതിനിടെ പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസിൽ അങ്ങേയറ്റം വരെ പോകുമെന്ന് സുരേഷ് ഗോപി പറയുകയും ചെയ്തു. ഇതും പോരാട്ടമാണെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഈ കേസ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയാണ് സർക്കാരിന്റെ ഉദ്ദേശം. കേസ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എന്തിനു ബാധിക്കണമെന്നും അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും ഒരാളെ കേരളത്തിൽ നിർത്താൻ പറ്റുമോ എന്നുമാണ് സുരേഷ് ഗോപി മറുപടി ചോദിച്ചത്. നികുതി വെട്ടിപ്പിനുള്ള ശ്രമം നടന്നിട്ടില്ല എന്ന വാദത്തിന് ഉറച്ചു നിൽക്കുകയാണോ എന്ന ചോദ്യത്തിന് താൻ അതുപോലും പറയാൻ പാടില്ലെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഉത്തരവാദിത്തമുള്ള പൗരൻ എന്ന നിലയ്ക്ക് ഒന്നും പറയുന്നില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു. വാഹന രജിസ്ട്രേഷൻ കേസ് റദ്ദാക്കാനാവില്ലെന്നായിരുന്നു എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി. പുതുച്ചേരിയിലെ വ്യാജവിലാസത്തിൽ ആഡംബര കാർ രജിസ്റ്റർ ചെയ്ത കേരളത്തിൽ അടയ്ക്കേണ്ട ലക്ഷങ്ങളുടെ നികുതി വെട്ടിച്ചു എന്നാണ് കേസ്. 30 ലക്ഷം രൂപയുടെ നികുതി നഷ്ടമുണ്ടായി എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത്. നികുതി വെട്ടിപ്പ് കൂടാതെ വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങളും സുരേഷ് ഗോപിക്കെതിരെ ചുമത്തിയിരുന്നു. 2010-2016 വർഷങ്ങളിലായി 2 ആഡംബര കാറുകളാണ് സുരേഷ് ഗോപി പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തത്. കേസിന്റെ വിചാരണ നടപടികൾ മെയ് 28-ന് തുടങ്ങും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് വലിയ പ്രാധാന്യം ലഭിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശൂർ. BJP പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നതിനാൽ തന്നെ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വവും K മുരളീധരന്റെ വരവുമടക്കം തൃശൂരിന് പ്രാധാന്യമേറെയാണ്. അതേസമയം പത്രിക സമർപ്പണം അവസാനിച്ചതോടുകൂടി 3 മുന്നണി സ്ഥാനാർത്ഥികളുടെയും സ്വത്ത് വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട്. സിനിമാ താരമായ സുരേഷ് ഗോപി തന്നെയാണ് ആസ്തിയിൽ മുന്നിൽ. എന്നാൽ UDF സ്ഥാനാർത്ഥി K മുരളീധരനും ആസ്തി പ്രകാരം കോടിപതിയാണ്. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറാണ് സമ്പത്തിന്റെ കാര്യത്തിൽ പിന്നിൽ. കഴിഞ്ഞ സാമ്പത്തിക വർഷം 4,39,68,960 രൂപയാണ് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വരുമാനം. 44,000 രൂപയാണ് കയ്യിലുള്ളത് എങ്കിലും 4.07 കോടി രൂപയാണ് ആകെ ആസ്തി. 2.5 കോടി രൂപ മൂല്യമുള്ള 8 വാഹനങ്ങൾ, വിവിധയിടങ്ങളിലെ ഭൂമിയടക്കം 8.5 കോടി രൂപയുടെ മറ്റ് ആസ്തികളും സുരേഷ് ഗോപിക്കുണ്ട്. 61.46 ലക്ഷത്തിന്റെ ബാധ്യതയും സുരേഷ് ഗോപിയുടെ പേരിലുണ്ട്. 4 കേസുകളാണ് സുരേഷ് ഗോപിയുടെ പേരിലുള്ളത്. തൃശൂരിൽ റോഡ് തടഞ്ഞത്, കോഴിക്കോട് നടക്കാവ് സ്റ്റേഷനിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസ്, കേരളത്തിൽ നികുതി വെട്ടിക്കാൻ പോണ്ടിച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട 2 കേസ് എന്നിവയാണവ. 2022-23 സാമ്പത്തിക വർഷത്തിൽ 24 ലക്ഷം രൂപയാണ് UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ വരുമാനം. 80,000 രൂപയാണ് മുരളീധരന്റെ കയ്യിലുള്ളത്. 1.29 കോടി രൂപയുടെ സ്ഥിതി നിക്ഷേപമുണ്ട്. വിവിധ ബാങ്കുകളിൽ സേവിംഗ്സ് അക്കൗണ്ടുകളിലായി 76 ലക്ഷം രൂപയുണ്ട്. 51.5 ലക്ഷം രൂപ മൂല്യം വരുന്ന 3 വാഹനങ്ങൾ, 30,000 രൂപ വരുന്ന സ്വർണമടക്കം 2.5 കോടി രൂപയുടെ ആസ്തിയാണ് മുരളീധരനുള്ളത്. 26.5 കോടി രൂപ മൂല്യം വരുന്ന വിവിധ വസ്തുക്കളും മുരളീധരനുണ്ട്. 12 കേസുകളാണ് മുരളീധരന്റെ പേരിലുള്ളത്. ഇവ രാഷ്ട്രീയ സമരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 4,14,980 രൂപയാണ് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ വരുമാനം. 4,780 രൂപയാണ് കയ്യിലുള്ളത്. 1,29,000 രൂപ വിവിധ ബാങ്കുകളിലായി ഉണ്ട്. 1,80,000 രൂപ മൂല്യമുള്ള 2 വാഹനങ്ങൾ, 50,000 രൂപ വരുന്ന 8 ഗ്രാം ആഭരണം എന്നിങ്ങനെ ആകെ 3,66,165 രൂപയാണ് ആസ്തിയായി ഉള്ളത്. 7.5 ലക്ഷം രൂപ മൂല്യം വരുന്ന വസ്തുവും സ്വന്തമായുണ്ട്. 11 ലക്ഷത്തിന്റെ ബാധ്യതയും VS സുനിൽകുമാറിനുണ്ട്. ഒരു കേസാണ് സ്ഥാനാർത്ഥിയുടെ പേരിൽ ഉള്ളത്.